ഹായ്, എല്ലാവർക്കും നമസ്കാരം. മല്ലു ഫ്രം മലേഷ്യയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സെൻട്രൽ മാർക്കറ്റിലാണ്. അവിടെ കാണാം സെൻട്രൽ മാർക്കറ്റ്. ആരുമില്ല. സത്യത്തിൽ സെൻട്രൽ മാർക്കറ്റ് ഇങ്ങനെയൊന്നുമല്ല. ഫുള്ള് ഈ തിരക്കെല്ലായി അങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. കുറേ ഫോറിനേഴ്സൊക്കെ വരുന്ന ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ് സെൻട്രൽ മാർക്കറ്റ്. അപ്പോൾ കൊറോണയ്ക്ക് ശേഷം അറിയാലോ, എല്ലാം അടച്ചു പൂട്ടിയിരിക്കുന്നു. പിന്നെ രാത്രി എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ രാത്രി നമുക്ക് ഇവിടെ വരാൻ പറ്റുന്ന സാഹചര്യമില്ല. അപ്പോൾ നമ്മളിത് സ്കാൻ ചെയ്യാൻ പോകും. ഓക്കെ, 1 2 ഓക്കെ. അവിടെ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണം. സാധാരണ ഇതൊക്കെ ഓപ്പണായി ഫുൾ ആൾക്കാരുണ്ടാകുന്ന സമയമാണ്. നോക്കിയാൽ അതെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. ഫുൾ ക്ലോസ്ഡ് ആട്ടാ. സെൻട്രൽ മാർക്കറ്റ് ക്ലോസ്ഡ്. പിന്നെ ഫോറിനേഴ്സൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഇതാ കണ്ടീഷൻ ആകും. ഇങ്ങനെ ഏറും കേട്ടോ. അങ്ങനെയുള്ള അടിപൊളി ഐറ്റംസ് കിട്ടും. 1 പീസും 25 25 വേണ്ട. മരത്തോണ്ട് ഫുള്ള് ഉണ്ടാക്കി വെച്ചത്. ഇത് കണ്ട മലൈ സ്ട്രീറ്റാണ്. മലൈ സ്ട്രീറ്റ്. ഫുള്ള് ഇങ്ങനത്തെ മരത്തോണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ. ഇങ്ങനത്തെ കുറേ ക്രാഫ്റ്റഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. കുറേ കട കോസ്റ്റും. ഇവിടെ അധികം ഫോറിനേഴ്സൊക്കെ വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കുറേ ഇവിടെ ഉണ്ട്. ഷോപ്പുകൾ ഉണ്ടോ. ലങ്കാവി ഓരോ സ്ഥലങ്ങളാട്ടോ. മലേഷ്യയാണ് ഫുള്ള് മൊത്തം. ഹിന്ദി പൈസ
3000 ringgit. ഒക്കെ സാധാരണ ഇവിടെ ഉള്ള ആൾക്കാരുണ്ടാകുന്ന സ്ഥലമാണ്. ഇപ്പോൾ കൊറോണ സാഹചര്യം ആയതുകൊണ്ട് ആൾക്കാരൊന്നുമില്ല. പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് തന്നെ ചൈനീസ്, നമ്മൾ നേരത്തെ മലേഷ്യനാണ് കണ്ടത്, ഈ ചൈനീസ് സ്ട്രീറ്റ് ഇവർ ഐറ്റംസാണ്, മധുരവും കാര്യങ്ങളൊക്കെ. അടിപൊളിയുണ്ട്, ക്രാഫ്റ്റഡ് ആയിട്ടാ. എങ്ങനെയൊക്കെ ഉണ്ടാക്കി വേറെ നമുക്ക് നമ്മളെ ക്യാൻഡി ഷോപ്പൊക്കെ ഉണ്ടാവും സെൻറ്ററിലൊക്കെ. ഇങ്ങനെ സാധാരണ എന്തെങ്കിലും ഹോളിഡേയ്സോ അങ്ങനെയുള്ളതാണെങ്കിൽ ഫുൾ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ങി നിറയുന്ന സ്ഥലമായിരിക്കും. എന്നാൽ സാധനം തന്നെ തിരിയുന്നില്ല, ഫുള്ള് തിളങ്ങുന്നു. ലറോൺ കൊളോണിയൽ. ഓ, ഇതിങ്ങനെ ഓരോരോ സ്ഥലങ്ങളാട്ടോ. ഇതന്നെ ലറോൺ കൊളോണിയൽ. അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. സാധാരണ നമ്മളെ ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളിലും കാണുന്നു. ഷോപ്പ് അച്ചപ്പം, നമ്മൾ അച്ചപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കേളപ്പ ഇവിടെ പിള്ളേരും പെണ്ണുങ്ങന്മാരെല്ലാം വന്നിട്ടുണ്ടെങ്കിലാണ് ഫുള്ള് തിരക്കുണ്ട്. ബ്ലൂ മാൻഷൻ 90 ആൻറ്റി കളക്ഷൻസ്. പണ്ടത്തെ പീരങ്കിയാണ്, പീരങ്കി.
ആൻറ്റീക്കിൻ്റെ കളക്ഷനാണ് കേട്ടോ. കല്ലുണ്ട്, കല്ല്. ജ്വല്ലറി. കൊറോണയാണ് ഇവരെല്ലാം മാറ്റിമറിച്ച്. ഇവരെല്ലാം ജീവിതം വളരെ ഇതിലേക്കുണ്ടായിരുന്നു ഈ സമയത്ത്. കാരണം ഇവിടെ ഇവർക്ക് ഹാർട്ട് വരുന്നത് ഫോറിനേഴ്സിൻ്റെ ഇതാണ് മെയിൻ. ഫോറിനേഴ്സൊന്നും ഇല്ല. ടേബിൾ കണ്ട അടിപൊളി. അപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മെല്ലന ഒരു ഇതില്ല ഇവിടുത്തെ സ്ഥലം. അടിപൊളി ഷോപ്പാട്ടോ. മുളൻ്റെ മറ്റേ നാരുണ്ടാക്കിയ സാധനങ്ങൾ മാത്രം. പായ അസ്ലി ക്രാഫ്റ്റ്. അസ്ലി എന്ന് വെച്ചാൽ ഒറിജിനൽ നമ്മളെ നാടൻ സാധനങ്ങൾ. അസ്ലി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എന്നാണ്. ഇതെല്ലാം മറ്റേ സിറാമിക് പോലത്തെ സാധനം. മാഗ്നറ്റ് കളക്ഷൻ. ഇതിൻ്റെ ഉള്ളിൽ കയറി എങ്ങോട്ടാ പോകേണ്ടതെന്ന് തിരിയില്ല. എനിക്ക് ഇവിടെ വന്നിട്ട് അത്ഭുതം തോന്നി. എന്ത് ഇങ്ങനെ തീരെ ആൾക്കാരൊന്നും ഇല്ലാണ്ട്. ആൾക്കാരൊന്നുമില്ല. ഇതാണ് അപ്പോൾ നമ്മൾ സെൻട്രൽ മാർക്കറ്റ്. വളരെ ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണിത്. പസാർ സിനി സെൻട്രൽ മാർക്കറ്റ് അങ്ങനെ പറയും ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ സ്ഥലം വേണ്ട. ഇവിടെ നമുക്ക് ഇന്ന് ഫോട്ടോ എടുക്കാം. സെൻട്രൽ മാർക്കറ്റ് കാണിച്ചു തരാം. സെൻട്രൽ മാർക്കറ്റ്. ഐ ലവ് സെൻട്രൽ മാർക്കറ്റ്. സെൻട്രൽ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ആണ് നമ്മൾ. അപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കൊറോണ ഇതെല്ലാം കാരണം ആൾക്കാരൊന്നും ഇല്ല. ഇത് നമ്മൾ സെൻട്രൽ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ കൊറോണ സമയമായതുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ഇന്ന് ഒരു വീക്ക് ഡേ ആണ്, വീക്കെൻഡൊന്നും അല്ല, അതുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ല. പിന്നെ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. മിക്കവാറും കടകൾ അടച്ചു കിടക്കുന്ന. സാധാരണ സെൻട്രൽ മാർക്കറ്റ് മലേഷ്യയിൽ വന്നവർക്ക് അറിയാൻ പറ്റും. സെൻട്രൽ മാർക്കറ്റ് ഒരു ടൂറിസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ഫുൾ ആൾക്കാരെന്ന് പറഞ്ഞാൽ തിങ്ങി നിറയുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ഫോറിനേഴ്സ് വരുന്ന സ്ഥലമാണ് സെൻട്രൽ മാർക്കറ്റ്. അപ്പോൾ കൊറോണ കാരണം ഇവിടെയുള്ള ആൾക്കാർക്കും ജോലിയൊന്നുമില്ല. കടയുമെല്ലാം ഇങ്ങനെ വെറുതെ തുറന്ന് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.